2030 തിരുവനന്തപുരത്തെ രാജ്യത്തെ മികച്ച 3 നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റുമെന്ന് മേയർ വി രാജേഷ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദി പങ്കിട്ട ചടങ്ങിൽ വെച്ചായിരുന്നു വി രാജേഷ് ഇക്കാര്യം പറഞ്ഞത്. 15 ദിവസം കൊണ്ട് നഗരവികസനത്തിന് രൂപരേഖ തയ്യാറാക്കിയെന്നും ഇത് പ്രധാനമന്ത്രിക്ക് കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇപ്പോൾ തയ്യാറാക്കിയ രേഖ പൂർണ്ണമല്ലെന്നും ഫെബ്രുവരിയിൽ വികസന കോൺക്ലേവ് ചേർന്ന് വിശദമായ രേഖ തയ്യാറാക്കാമെന്നും ഡൽഹിയിലെത്തി അത് പ്രധാനമന്ത്രിക്ക് കൈമാറുമെന്നും വി രാജേഷ് പറഞ്ഞു. 101 കൗൺസിലർമാർക്കും വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നും വി രാജേഷ് വ്യക്തമാക്കി. അതേസമയം മോദിയെ കൊണ്ടുവരുമെന്ന വാക്കുപാലിച്ചുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി. സ്വർണ്ണക്കൊള്ള നടത്തിയാൽ എന്തിന് സോണിയെ കണ്ടുവെന്നും എന്തിന് CPM നേതാക്കളെ കണ്ടുവെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. തിരുവനന്തപുരത്തെ BJP വേദിയിൽ അയ്യപ്പ വിഗ്രഹം സമ്മാനിച്ചാണ് പ്രധാനമന്ത്രിക്ക് സ്വീകരണം നൽകിയത്. വേദിയിൽ തിരുവനന്തപുരം മേയർ വി രാജേഷിന്റെ കൈപിടിച്ചുയർത്തി പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. അമൃത് ഭാരത് ട്രെയിൻ ഉൾപ്പെടെ വിവിധ പദ്ധതികൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. തെരുവ് കച്ചവടക്കാർക്കായുള്ള 1 ലക്ഷം രൂപയുടെ പ്രധാനമന്ത്രി സ്വനിധി ക്രെഡിറ്റ് കാർഡ്, തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ സ്ഥാപിക്കുന്ന ഇന്നൊവേഷൻ ടെക്നോളജി ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഹബ്ബ്, ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത്യാധുനിക റേഡിയോ സർജറി സെന്റർ, പൂജപ്പുര ഹെഡ് പോസ്റ്റ് ഓഫീസ് എന്നിവയുടെ ശിലാസ്ഥാപന ഉദ്ഘാടന കർമ്മങ്ങളും പ്രധാനമന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഇന്നു മുതൽ പുതിയ ദിശാബോധം നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ഭാരതത്തിനായി രാജ്യം മുഴുവൻ പ്രയത്നിക്കുകയാണ്. നഗരത്തിലെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ നഗരങ്ങളിലെ ദരിദ്ര കുടുംബങ്ങൾക്കും ആവാസ് യോജന വഴി വീട് കിട്ടിയെന്നും മോദി പറഞ്ഞു. പുത്തരിക്കണ്ടം മൈതാനത്ത് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രസംഗത്തിനിടെ പലതവണ എന്റെ സുഹൃത്തുക്കളെ എന്ന് മലയാളത്തിൽ അദ്ദേഹം പറഞ്ഞത് ഏറെ ശ്രദ്ധ നേടി.